റഡാർ സംവിധാനങ്ങളെയും മിസൈൽ പ്രതിരോധത്തെയും കബളിപ്പിച്ച് നടത്തിയ ഇറാന്റെ രഹസ്യ നീക്കം അമേരിക്കയെ ഞെട്ടിച്ചിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയെ നിശബ്ദമാക്കിയ ഇറാന്റെ ഈ കടന്നുകയറ്റം ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക വിന്യാസത്തിന്റെ നട്ടെല്ലായി അറിയപ്പെടുന്ന കുവൈറ്റിലെ ക്യാമ്പ് ബ്യൂറിങ്ങിന് നേരെ ഒരു ഇറാനിയൻ പോർവിമാനം ഇരച്ചു കയറിയപ്പോൾ തകർക്കപ്പെട്ടത് മണൽപ്പരപ്പിലെ വെറും ഭൗതിക ലക്ഷ്യങ്ങൾ മാത്രമല്ല, മറിച്ച് അമേരിക്കൻ ആകാശം അഭേദ്യമാണ് എന്ന ദീർഘകാലത്തെ ആഗോള വിശ്വാസം കൂടിയാണ്. പതിറ്റാണ്ടുകളായി പശ്ചിമേഷ്യയുടെ ആകാശ സീമകളിൽ ചോദ്യം ചെയ്യപ്പെടാതെ നിലനിന്നിരുന്ന അമേരിക്കൻ വ്യോമ മേൽക്കോയ്മയ്ക്കാണ് ഇതോടെ കനത്ത വിള്ളൽ വീണിരിക്കുന്നത്. 1950കളിലെ കൊറിയൻ യുദ്ധത്തിന് ശേഷം ആദ്യമായി ഒരു ശത്രു രാജ്യത്തിന്റെ ഫിക്സഡ് വിംഗ് പോർവിമാനം ഒരു പ്രമുഖ അമേരിക്കൻ സൈനിക താവളത്തിന് മുകളിൽ മരണത്തിന്റെ നിഴൽ വീഴ്ത്തുമ്പോൾ അത് ലോക സൈനിക അക്കാദമികൾക്ക് നൽകുന്നത് യുദ്ധതന്ത്രങ്ങളിലെ പുതിയൊരു പാഠപുസ്തകമാണ്. ഭൂമിയുടെ വളവിലെ റഡാറുകളിൽ നിന്നും മറയാക്കുന്ന റഡാർ ഹൊറൈസൺ എന്ന സാങ്കേതിക ദൗർബല്യത്തെ അതിവിദഗ്ധമായി പ്രയോജനപ്പെടുത്തി സമുദ്രനിരപ്പിനോട് ചേർന്ന് അതിവേഗത്തിൽ പറന്നാണ് ഈ ഇറാനിയൻ വിമാനം ലക്ഷ്യം കണ്ടത്. പാട്രിയറ്റ് മിസൈലുകളുടെ പ്രതിരോധ വലയങ്ങളെ നിഷ്പ്രഭമാക്കിയ ഈ നീക്കം ഹൈടെക് ആയുധങ്ങളെക്കാൾ അസിമെട്രിക് വാർഫെയർ അഥവാ അപ്രതീക്ഷിത യുദ്ധമുറകൾക്കുള്ള പ്രാധാന്യമാണ് വിളിച്ചോതുന്നത്. ഇറാൻ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഹെസ കൗസർ എന്ന വിമാനമാണ് ഈ ചരിത്രപരമായ ദൗത്യത്തിന് പിന്നിലെന്നത് സംഭവത്തിന്റെ ആഘാതം ഇരട്ടിയാക്കുന്നു. കേവലം ഒരു താവളത്തിന് നേരെയുള്ള ആക്രമണം എന്നതിലുപരി പശ്ചിമേഷ്യയിലെ നാളത്തെ യുദ്ധതന്ത്രങ്ങൾ ഇനി എങ്ങനെയായിരിക്കുമെന്നതിന്റെ വ്യക്തമായ വിളംബരമാണ് ക്യാമ്പ് ബ്യൂറിങ്ങിലെ ഈ പുകപടലങ്ങൾ. ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലം മനസ്സിലാക്കാൻ മിഡിൽ ഈസ്റ്റിലെ നീണ്ടു നിൽക്കുന്ന ജിയോ പൊളിറ്റിക്കൽ സംഘർഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം പതിറ്റാണ്ടുകളായി തുടരുകയാണ്. അതിനൊപ്പം ഇസ്രായേൽ ഉൾപ്പെടുന്ന സഖ്യങ്ങൾ ഈ മേഖലയിൽ സൈനിക സംഘർഷങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഒരു അമേരിക്കൻ താവളത്തെ ലക്ഷ്യമിട്ട് നടന്നതായി പറയപ്പെടുന്ന കൃത്യമായ വ്യോമാക്രമണം ശക്തി സമത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന സംഭവമായി മാറുന്നു. ആക്രമണത്തിന്റെ സാങ്കേതിക വശങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. റിപ്പോർട്ടുകൾ പ്രകാരം തെക്കു പടിഞ്ഞാറൻ ഇറാനിൽ നിന്നും ഉയർന്ന ഒരു യുദ്ധവിമാനം പേർഷ്യൻ ഗൾഫ് കടന്ന് വളരെ താഴ്ന്ന ഉയരത്തിൽ സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തി. ഇത് സാധ്യമാക്കിയത് റഡാർ ഹൊറൈസൺ എന്നറിയപ്പെടുന്ന ഒരു പ്രധാന ഭൗതിക പരിധിയെ ചൂഷണം ചെയ്തതിലൂടെയാണ്. ഭൂമിയുടെ വളവ് കാരണം വളരെ താഴ്ന്ന ഉയരത്തിൽ പറക്കുന്ന ലക്ഷ്യങ്ങളെ ദൂരത്തിൽ നിന്നും റഡാർ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടാക്കും. ഈ സവിശേഷത അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളായ പാട്രിയോട്ട് മിസൈൽ സിസ്റ്റംസിനെയും ഒരു പരിധിവരെ മറികടക്കാൻ സഹായിച്ചിരിക്കാം. ഇതോടൊപ്പം തന്നെ ഡ്രോണുകളും മിസൈലുകളും ഒരുമിച്ച് വിന്യസിച്ച് പ്രതിരോധ സംവിധാനങ്ങളെ തിരക്കിലാക്കുന്ന സാച്ചുറേഷൻ അറ്റാക്ക് തന്ത്രവും ഉപയോഗിച്ചിരിക്കാമെന്ന് സൂചനകളുണ്ട്. ഇതിനൊപ്പം തന്നെ ഹോർമുസ് കടലിടുക്ക് ചുറ്റിപ്പറ്റിയുള്ള സംഘർഷാവസ്ഥയും കൂടുതൽ രൂക്ഷമാവുകയാണ്. ലോകത്തെ പ്രധാന എണ്ണ ഗതാഗത പാതയായ ഈ കടലിടുക്കിൽ ഉണ്ടാകുന്ന ഏത് സംഘർഷവും ആഗോള സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കും. ഇറാൻ മുന്നറിയിപ്പ് നൽകിയ അഭൂതപൂർവമായ പ്രായോഗിക നടപടികൾ എന്നത് നാവിക നിയന്ത്രണങ്ങളിലൂടെയോ മറ്റ് അസമമായ യുദ്ധരീതികളിലൂടെയോ ആകാമെന്ന ആശങ്ക ഉയരുന്നു. ഉപരോധങ്ങളെ മറികടക്കുന്നതിൽ ഇറാനിന് ദീർഘകാല പരിചയമുള്ളതിനാൽ ദീർഘകാല സംഘർഷങ്ങളിൽ കൂടുതൽ പ്രതിരോധ ശേഷി പുലർത്താൻ കഴിയുമെന്ന വിലയിരുത്തലുകളും നിലനിൽക്കുന്നു. ഇതിന്റെ രാഷ്ട്രീയ വശവും ശ്രദ്ധേയമാണ്. അമേരിക്കൻ ഭരണകൂടത്തിന്റെ തീരുമാനങ്ങൾക്കെതിരെ ആഭ്യന്തര വിമർശനങ്ങളും ഉയർന്ന സാഹചര്യത്തിൽ ഒരു വിദേശ സൈനിക പരാജയം പോലുള്ള സംഭവങ്ങൾ രാഷ്ട്രീയ സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. അതേസമയം ഇറാനിൽ ദേശീയ സുരക്ഷാ ചിന്തകളും ജനപിന്തുണയും ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ സൈനിക നടപടികൾക്ക് കൂടുതൽ ആഭ്യന്തര പിന്തുണ ലഭിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ ഈ സംഭവത്തിന്റെ ഏറ്റവും വലിയ പാഠം ആധുനിക യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറിക്കൊണ്ടിരിക്കുകയെന്നതാണ്. മുൻപ് ഹൈടെക് ആയുധങ്ങളും വൻ പ്രതിരോധ സംവിധാനങ്ങളും യുദ്ധഫലത്തെ നിർണ്ണയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ചെലവ് കുറഞ്ഞ ഡ്രോണുകൾ, കൃത്യമായ മിസൈൽ ആക്രമണങ്ങൾ, താഴ്ന്ന ഉയരത്തിലുള്ള സ്മാർട്ട് തന്ത്രങ്ങൾ എന്നിവയുടെ സംയോജനം ശക്തമായ സൈനിക ശക്തികളെയും വെല്ലുവിളിക്കാൻ കഴിയുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. സാങ്കേതിക വിദ്യ മാത്രം പോരാ, അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് വിജയത്തിന്റെ അടിസ്ഥാനമെന്ന സത്യമാണ് ഈ സംഭവം വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഒറ്റപ്പെട്ട ആക്രമണത്തിന്റെ കഥയല്ല, മറിച്ച് ഭാവിയിലെ യുദ്ധങ്ങൾ എങ്ങനെ രൂപപ്പെടുമെന്നതിന്റെ മുന്നറിയിപ്പാണ്. ലോക സൈനിക ശക്തികൾ ഇനി അവരുടെ തന്ത്രങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും പുനഃപരിശോധിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.